കങ്കുവ സിനിമയ്ക്ക് ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ്, നെഗറ്റീവ് അഭിപ്രായങ്ങളൊക്കെ വന്നപ്പോൾ ഈ സിനിമയിലെ ഹീറോ ആയ സൂര്യയുടെ വൈഫ് ജ്യോതിക ആക്ട്രസ് ഇതിനെതിരെ രംഗത്ത് വരികയുണ്ടായി. അവർ പറഞ്ഞത് ഇതാണ്: ഈ സിനിമയുടെ ആദ്യത്തെ ഒരു അരമണിക്കൂർ വർക്കൗട്ട് ആയില്ല, അതേപോലെ സൗണ്ടും കർണകഠോരമാണ്, ഭയങ്കര സൗണ്ടാണ്. പക്ഷേ അതിന് ശേഷമുള്ള 2 മണിക്കൂറിന് മുകളിലുള്ള സമയം ഗംഭീര സിനിമയാണ്, വളരെ അത്ഭുതപ്പെടുത്തുന്ന സിനിമയാണ്. അതിൽ സൂര്യയും നന്നായി അഭിനയിച്ചിട്ടുണ്ട്, അതിന് സൂര്യയെ അഭിനന്ദിക്കുന്നു എന്നും അവർ പറയുകയുണ്ടായി. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ആ അരമണിക്കൂർ ഭാഗത്ത് നെഗറ്റീവ് ഉണ്ടെങ്കിലും ബാക്കിയുള്ള സമയത്തെ പോസിറ്റീവ് വിഷയങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? അപ്പോൾ മനഃപൂർവ്വം ഈ സിനിമയെ താഴ്ത്താനുള്ള സംഘടിത ശ്രമമായിട്ടാണ് അവർ ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. സിനിമ എന്നത് തന്നെ ഒരു പരീക്ഷണമാണ്. അപ്പോൾ അതിൽ ഇന്ത്യൻ സിനിമകളിൽ ചില പിഴവുകൾ വരാറുണ്ട്. അപ്പോൾ ആ പിഴവുകളെ മാത്രം പറഞ്ഞുകൊണ്ട് അതിൻ്റെ നല്ല വശങ്ങൾ പറയാതെ ആ സിനിമയെ എന്തുകൊണ്ട് നിങ്ങൾ പിച്ച് ചീന്തുന്നു എന്നാണ് അവർ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ള അഭിപ്രായം ഇതാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ജ്യോതിക നിങ്ങളൊരു ഫാൻറ്റാസ്റ്റിക് ആക്ട്രസ് ആണ്. നിങ്ങളിപ്പോൾ സിനിമയിൽ എപ്പോഴെങ്കിലേ അഭിനയിക്കുന്നുള്ളൂ. അത് സിനിമാ ലോകത്തിനും പ്രേക്ഷകർക്കും തീരാത്ത നഷ്ടം തന്നെയാണ്. നിങ്ങൾ നല്ലൊരു ആക്ട്രസ് ആണ്. അപ്പോൾ അതേപോലെ നിങ്ങളുടെ ഹസ്ബൻഡ് സൂര്യ, കമലഹാസൻ തനിക്ക് ശേഷം ആരാണെന്ന് ചൂണ്ടിക്കാണിച്ചത് സൂര്യയാണ്. കാരണം സൂര്യ കമൽ ചെയ്യുന്ന പോലത്തെ ഒരുപാട് വേഷങ്ങൾ ചെയ്യുന്നുണ്ട്, അതൊക്കെ നന്നായിട്ട് വിജയിക്കുന്നുമുണ്ട്. അതേപോലെ തന്നെ കങ്കുവ എന്ന ഒരു അവതാരമായിട്ട് തന്നെ സൂര്യ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുകയാണ്. ഗംഭീര പെർഫോമൻസ് ആണ് കങ്കുവയായിട്ടും ഫ്രാൻസിസ് എന്ന ക്യാരക്ടറിലൂടെയും കങ്കുവയിൽ സൂര്യ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് അഭിനന്ദിക്കേണ്ട വിഷയം തന്നെയാണ്. പിന്നെ നിങ്ങൾ ഈ സിനിമയുടെ ആദ്യത്തെ അരമണിക്കൂർ അത്ര വർക്കൗട്ട് ആയില്ല എന്ന് പറയുന്നത് എനിക്ക് അതിനോട് വലിയ അഭിപ്രായമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പല സിനിമകളും തുടങ്ങുമ്പോൾ ഒരു ഉഴപ്പം മട്ടിലേ തുടങ്ങുകയുള്ളൂ, എന്നിട്ട് അതിന് ശേഷമാണ് ചൂട് പിടിക്കുക. പല സിനിമകളിലും അങ്ങനെയാണ്. ഇപ്പോൾ ഹോളിവുഡ് മൂവീസൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് അതിൽ കുറേ നേരം അവർ ഇംഗ്ലീഷിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ എപ്പോഴാണ് ദിനോസർ വരിക, എപ്പോഴാണ് ടെർമിനേറ്റർ വരിക എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കും. പക്ഷേ അത് വന്നതിന് ശേഷം ആ സിനിമ വേറെ ലെവലിലേക്ക് പോകും. അതേപോലെ തന്നെയാണ് ഇതിലും. ആദ്യം ഒരു ഉഴപ്പം മട്ടിൽ തുടങ്ങിയാലും പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഗംഭീരമായിരുന്നു. പക്ഷേ ആദ്യത്തെ ആ അരമണിക്കൂർ ഭാഗത്ത് അഭിനയിച്ചിരിക്കുന്ന റെഡിൻ കിങ്സ്ലേ, ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആൾ തന്നെയാണ്. അദ്ദേഹം എന്തിനാണ് സംസാരിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ മുതല വായ പൊളിക്കുന്ന പോലെ വായ പൊളിക്കുന്നത്? അതൊരു ബോറാണ്. അത് എല്ലാ സിനിമയിലും തന്നെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എന്തിനാ അങ്ങനെ വായ പൊളിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണോ അദ്ദേഹത്തെ സിനിമയിലേക്ക് എടുത്തിരിക്കുന്നത്? എനിക്കത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിലൊരു പ്ലാസ്റ്റർ ഒട്ടിച്ച് വെച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി. അതൊരു ബോറാണ്. പക്ഷേ അതേസമയം മറ്റേ യോഗി ബാബു, അതേപോലെ ദിശ പടാനി, അവരെയൊക്കെ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഉഴപ്പം മട്ടി തന്നെയാണ് പോകുന്നത്. അതിൽ കോമഡിയൊന്നും ചിരിക്കാൻ പറ്റുന്ന പോലെ ഇല്ല. എന്നാലും ആദ്യ ഭാഗം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസിസ് എന്ന സൂര്യയുടെ ക്യാരക്ടറിനേക്കാൾ കങ്കുവേനെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഡയറക്ടർ ശിവ അങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതൊന്നും എനിക്കൊരു കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ സൗണ്ടിൻ്റെ പ്രശ്നം അത് കർണകഠോരം തന്നെയാണ്. അത് ഇവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഈ സിനിമയിലെ ആദ്യത്തെ ഭാഗം നിങ്ങൾ പറഞ്ഞ പോലെ ഇനി നിങ്ങൾക്ക് പ്രശ്നം തോന്നിയാലും അതിന് ശേഷമുള്ള ഭാഗം ഗംഭീരമായാലും എന്തായാലും സിനിമ ഗംഭീരമാണ്. പക്ഷേ സിനിമ ഗംഭീരമാണെങ്കിലും സൗണ്ട് പ്രശ്നം വരുമ്പോൾ ജനങ്ങൾക്ക് അത് കാണാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. ചിലവരൊക്കെ സിനിമ 3-4 തവണ കാണുന്ന പ്രേക്ഷകരുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ സിനിമയ്ക്ക് പോകാൻ ഈ സൗണ്ടിനെ പേടിച്ചിട്ട് പോകുമോ? അത് സംശയമാണ്. അപ്പോൾ അതുകൊണ്ട് സൗണ്ടിൻ്റെ കാര്യത്തിൽ മാത്രമേ ഈ സിനിമ പരാജയപ്പെട്ടിട്ടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റപടി നിങ്ങളുടെ ഹസ്ബൻഡ് സൂര്യ ഗംഭീര അഭിനയമാണ്, നിങ്ങളൊരു നല്ല നടിയാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെ ആ ജോഡി തന്നെ വലിയൊരു അത്ഭുതപ്പെടുത്തുന്ന വിഷയമാണ്. നിങ്ങളിപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്നുള്ളത് തീരാത്ത നഷ്ടം തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ സൗണ്ട് മാത്രമേ ഈ സിനിമയ്ക്ക് പ്രശ്നമായിട്ടുള്ളൂ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.